കുവൈറ്റ് തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ 24 മലയാളികൾ മരിച്ചതായി സ്ഥിരീകരണം. 19 പേരെ തിരിച്ചറിഞ്ഞു. 12 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണ് മരിച്ച മലയാളികളിൽ ഭൂരിഭാഗവും. നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി വീണ ജോർജും ജീവൻ ബാബു IASഉം കുവൈറ്റിലേക്ക് പോകും. പത്തനംതിട്ട സ്വദേശി KM എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരാണ് ദുരന്തത്തിനിരയായത്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതായി നോർക്ക സെക്രട്ടറി K വാസുകി അറിയിച്ചു. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മരിച്ചവരുടെ മൃതദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കുവൈത്ത് ഗവൺമെൻറ്റിനോട് ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഫ്ലൈറ്റ് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം കേരളത്തിൻ്റെ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ശ്രമമുള്ളത്. ഇപ്പോൾ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ 5 ലക്ഷവും അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പരിക്കേറ്റവരെ സന്ദർശിച്ചു. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ലേബർ ക്യാമ്പുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. TP പ്രശാന്ത് ചേരുന്നുണ്ട് കുവൈറ്റിലെ വിവരങ്ങൾ നൽകാനായി. പ്രശാന്ത്, ഈ മരണസംഖ്യ സംബന്ധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? മംഗഫയിലെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിലവിൽ 49 പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരണമുണ്ടായിരിക്കുന്നത്. അതിൽ 45 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ 24 പേർ മലയാളികളാണ്. 19 പേരെ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്.